എല്ലാവർക്കും നമസ്കാരം. അത്തം മുതൽ 10 ദിവസം നമുക്ക് ഓണാണ്. ഇപ്പോൾ നമുക്ക് കൊറോണയൊക്കെ ആയ കാരണം നമ്മുടെ ഓണം അധികം ആഘോഷിക്കാനായിട്ട് പറ്റാത്ത ഒരു സമയമാണിപ്പോൾ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങളൊക്കെ വെച്ചിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടുകാരോടൊപ്പം നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ ദിവസവും ഓരോരോ വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്ന് മുതൽ എല്ലാ ദിവസവും ഓണം സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാനൊരു പാലട പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സദ്യക്ക് കഴിക്കണ വിഭവങ്ങളിൽ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവമാണ് പാലട. അപ്പോൾ ആ പാലട ദഹനക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ട് കുറേ സമയം ഇളക്കി കഷ്ടപ്പെട്ടിട്ടാണ് പാലട തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ പാലട ഏകദേശം അതേ ടേസ്റ്റിൽ തന്നെ നല്ലൊരു പാലട നമുക്ക് തയ്യാറാക്കിയാലോ, അതും വളരെ എളുപ്പത്തിൽ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനാകെ 3 ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ: പാല്, പഞ്ചസാര, അട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ ഏത് അട ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ അരിയുടെ അടയാണ് ഉപയോഗിക്കുന്നത്. അരിയുടെ അടയാണ് പാലടയ്ക്ക് സാധാരണ ഉപയോഗിക്കുക. പാലട തയ്യാറാക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തേക്കണത്. അതൊരു കുക്കറിലേക്കാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. ഇന്ന് നമ്മൾ പാലട പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുക്കർ എടുക്കുമ്പോൾ കറി വെക്കുന്ന കുക്കർ ഒരിക്കലും എടുക്കരുത്. കാരണം നമ്മൾ എത്ര കഴുകിയുണ്ടെങ്കിലും അതിലെ നമ്മൾ കറി വെച്ചിട്ടുള്ള പുളിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അത് പെട്ടെന്ന് തന്നെ പാല് പിരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റൈസ് കുക്കറിൽ വേണമെങ്കിൽ ഈ പാലട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാലടയ്ക്ക് പാലെടുക്കുന്ന കുക്കർ വളരെ നീറ്റായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറി വെക്കുന്ന കുക്കർ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. റൈസ് കുക്കറോ അതല്ലെങ്കിൽ ഒരു പുതിയ കുക്കറിലോ നിങ്ങൾക്ക് ഈ പാലട തയ്യാറാക്കിയെടുക്കാം. ഈ കുക്കറിലേക്ക് 2 ലിറ്റർ പാലിൻ്റെ ഒപ്പം തന്നെ മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളം ചേർത്തുണ്ട്. കൂടാതെ മെഷറിംഗ് കപ്പ് കൊണ്ട് 1.5 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്ര മധുരം ആവശ്യമില്ലെങ്കിൽ 1 കപ്പ് ചേർത്തിട്ട് നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി. ഇവിടെ ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും നല്ല മധുരം ഇഷ്ടമുള്ള കാരണമാണ് 1.5 കപ്പ് ഇട്ട് കൊടുത്തത്. തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇത് തിളച്ച് പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിടാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞ് കിട്ടണം. അതിനുശേഷം മാത്രമേ നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞ് ഒരു 45 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്യാസ് സ്റ്റവിലത്തെ ഏറ്റവും ചെറിയ സ്റ്റവിൽ വെച്ചിട്ട് ഏറ്റവും ഫ്ലെയിം കുറവ് വരുന്ന സ്റ്റവിൽ വെച്ചിട്ട് വേണം കത്തിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അപ്പുറത്തെ സ്റ്റവിലേക്ക് മാറ്റുകയാണ്. ഇതിൽ കുറച്ച് തീ കൂടുതലാണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം 45 മിനിറ്റ് വേവിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് 45 മിനിറ്റ് കഴിഞ്ഞാൽ റെഡി ആയിട്ട് വന്നോളൂ. അടുത്തതായിട്ട് വേണ്ടത് അരിയടയാണ്. ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത്. 2 ലിറ്റർ പാലിന് 200 ഗ്രാം അരിയടയാണ് വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായിട്ട് കഴുകിയെടുത്തു. ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഗ്യാസ് സ്റ്റവിൽ ഒരു കുറച്ച് വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ട് ഈ തിളയ്ക്കുന്ന സമയത്ത് നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള അരിയട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ച് കൂടുതൽ തന്നെ ഇരുന്നോട്ടെ. കാരണം ഇതിൻ്റെ പശയൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. 1 മിനിറ്റ് നേരം മാത്രം ഫ്ലെയിം ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചിട്ട് അരമണിക്കൂർ അത് അവിടെ തന്നെ വെക്കാം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. അരിയട മുഴുവനായിട്ടും വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അരിയട ഈ വെള്ളം മൂർത്ത് കളഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 4-5 വട്ടം കഴുകിയെടുത്ത് വാർത്തെടുക്കണം. അങ്ങനെയാണ് നമ്മൾ പായസത്തിലേക്ക് ചേർക്കുന്നത്. ഇതൊന്ന് വാർത്തെടുത്തിട്ട് വരാം. നമ്മൾ വെള്ളം വാർത്തെടുത്തിട്ടുള്ള അട ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതിലേക്ക് വാർത്ത് വെച്ചിട്ടുള്ള അരിയട ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 45 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് ഈ അടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാല് കറക്റ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല കളറാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര കാണാത്തതാണ്, നല്ല ഒരു പിങ്ക് ഷെയ്ഡായിട്ട് തന്നെയാണ് പാല് കിട്ടിയേക്കണത്. ഇനി ഈ പാലടയും ഈ പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഈ സമയത്ത് തന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. അത് കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഒരു 20 മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലോ അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തിക്കാവുന്നതനുസരിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഫ്ലെയിം മാറ്റിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് സമയം കൂടിയും കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുറുകിയിട്ടുള്ള ഒരു പാലട കിട്ടും. പിങ്ക് ഷെയ്ഡായിട്ടുള്ള പാലട കിട്ടും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. പിന്നെ ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരിക്കലും കറി വെക്കണ കുക്കർ യൂസ് ചെയ്യരുത്. കേടായ പാലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം പാലട തയ്യാറാക്കാനായിട്ട് തുടങ്ങുക. ഇനി അടുത്തത്, നമ്മൾ കുക്കർ കഴുകുന്ന സമയത്ത് നമ്മുടെ ഡിഷ് വാഷ് ഏതെങ്കിലും അതിൻ്റെ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരുന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് പാല് തിളപ്പിക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകാനുള്ള ഇടയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാലട തയ്യാറാക്കുന്ന സമയത്ത് കുക്കറിൽ പാല് വെച്ചപ്പോൾ പാല് മുഴുവൻ പിരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇത്രയ്ക്കധികം പ്രാവശ്യം പറയണത്. പാലട നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് വെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇവിടെ വെണ്ണ ഇല്ലാത്ത കാരണം ഞാൻ വെണ്ണ ചേർക്കണില്ല. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇത് ഒന്നുകൂടി തണുത്താൽ കുറച്ച് കട്ടിയാവും കേട്ടോ. അത് കാരണം ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. നമ്മുടെ സദ്യ സ്പെഷ്യൽ പാലട ഇനി ആർക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം. നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയ ശേഷം ഫോട്ടോകളൊക്കെ ഒന്ന് അയച്ചു തരിക. ഈ ഓണത്തിന് അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഇതുപോലൊരു പായസം വെച്ച് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി ഒരു ഓണം സ്പെഷ്യൽ വിഭവമായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.